പ്രിയമുള്ളവരെ, ഇത്തവണ നമ്മുടെ കാറ്റ് ക്ലോ, അതായത് പൂച്ചയുടെ നഖത്തിന്റെ ആകൃതിയുള്ള മുള്ളുകളുള്ള ഈ ചെടികളിലെ പൂക്കൾ വിടർന്ന് പന്തലിച്ച് നമുക്ക് മനോഹാരിത നൽകുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഫോളോ ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതുപോലെ ലൈക്ക് ചെയ്യുക. പ്രിയമുള്ളവർ, ഇത്രയും വർണ്ണാഭമായി പൂത്ത് അലങ്കൃതമായി നിൽക്കുന്ന നമ്മുടെ ഈ കാറ്റ് ക്ലോ പൂക്കൾ എവിടെയാണെന്നറിയോ? നമ്മുടെ കൊളയാട് സ്കൂളിലെ മുൻ അധ്യാപകനായ ശശി സാറിൻ്റെ വീട്ടിലാണ്. അതുപോലെ തന്നെ മനോജ് സാറിൻ്റെ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനോജ് സാർ എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളതായിരിക്കും, മനോജ് സാറിൻ്റെ വീടിൻ്റെ മതിലിലാണ് ഉള്ളത്. വളരെ ഭംഗിയായിട്ടാണ് അത് പൂത്ത് നിറഞ്ഞിരിക്കുന്നത്. പ്രധാനമായി ഈ കാറ്റ് ക്ലോ പൂക്കൾ അല്ലെങ്കിൽ ഈ ചെടികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളിലാണ് എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇതിനെ നട്ടു വളർത്തി പരിപാലിച്ചു വരുന്നുണ്ട്. പുതുമഴയ്ക്ക് ശേഷം വർഷത്തിലൊന്ന് ഇത് പൂത്ത് ഇതുപോലെ വർണ്ണാഭമാകുമെങ്കിലും ഇത് ഇങ്ങനെ കയ്യാലകളിലും ഇതുപോലെ മതിലുകളിലും ഒഴികെ ഇതിനെ വീടിൻ്റെ സമീപത്തൊക്കെ വളർത്തി അതേപോലെ ഭംഗിയാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതൊക്കെ വീടിന് ദോഷകരമായിട്ട് ഭവിക്കുമെന്നാണ് ഇതിൻ്റെ അനുഭവസ്ഥർ പറയുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഇതിനകത്ത് ഒളയനാട് എന്ന് പറയപ്പെടുന്ന ഏന്തയാറിന് ശേഷം, അതായത് മുണ്ടക്കയത്ത് നമ്മൾ വാഹനത്തിലെത്തുമ്പോൾ മുണ്ടക്കയം, കൂട്ടിക്കൽ, ഏന്തയാർ, ഇളങ്കാടിനും ഏന്തയാറിനും മധ്യയുള്ള പ്രദേശമാണ് ഒളയനാട്. ഒളയനാട്ടുള്ള ഒരു വീടിൻ്റെ മതിലിലാണ് ഇത് നമ്മൾ കണ്ടത്. അതുപോലെ നമ്മുടെ ചാനലിലെ കാറ്റ് ക്ലോ പൂക്കളിലെ ഇതിനു മുമ്പ് 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. തേമ്പുഴയിലും തേമ്പുഴ ഈസ്റ്റിലും, അതായത് കൂട്ടിക്കലിനിപ്പുറം മുണ്ടക്കയത്ത് വരുമ്പോൾ കൂട്ടിക്കലിപ്പുറത്തും തേമ്പുഴ ഈസ്റ്റിലെ ഇതിലും കൂടുതലായിട്ട് ഉള്ള കാറ്റ് ക്ലോ പൂക്കളിലെ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ കൂടുതൽ തേമ്പുഴ ഈസ്റ്റിലെ ഒരു വീട്ടിലെ മതിലുള്ള കാറ്റ് ക്ലോ പൂക്കളുടെ വീഡിയോയും ഉണ്ട്. നിങ്ങൾ വീഡിയോകൾ കാണുക, ഇത് ആസ്വദിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് വേണ്ട സപ്പോർട്ട് തരിക. തങ്കപ്പന ഞാൻ പൊലപ്പനാക്കും.